മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണം എന്ന വാർത്ത. പാലപ്പെട്ടിയിൽ നിരവധി വീടുകൾ കടലെടുത്തു. സമീർ ബിൻ കരീമാണ് ചേരുന്നത് വിവരങ്ങളുമായി. സമീർ, വലിയ രൂക്ഷമായ കടലാക്രമണമാണോ ഉള്ളത്? അവിടെയുള്ള വീടുകൾ ഒഴിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? കുറേ കാലങ്ങളായി ഇങ്ങനെ പ്രദേശത്തുള്ളവർ, കടൽ തീര പ്രദേശത്തുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതാണല്ലോ. സ്മിത, ഇന്ന് രാവിലെ 10 മണിയോട് കൂടെയാണ് കടലാക്രമണം പ്രദേശത്ത് രൂക്ഷമായിരിക്കുന്നത്. പ്രധാനമായും പൊന്നാനി മേഖലയിലെ പാലപ്പെട്ടി, ഈ തങ്ങൾപ്പടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. പാലപ്പെട്ടിയിൽ 2 വീടുകൾ പൂർണ്ണമായും കടലെടുത്തു. 5 വീടുകൾ ഭാഗികമായും തകർന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. കടൽ പ്രക്ഷുബ്ധമാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ പാലപ്പെട്ടിയിലല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പൊന്നാനി ഹാർബറിന് സമീപമാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തിരമാല അടിച്ച് കരയുടെ ഭാഗത്തേക്ക് ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കടൽ ഭിത്തി അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ പാലപ്പെട്ടി, തങ്ങൾപ്പടി തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ കടലാക്രമണം രൂക്ഷമായത് എന്നുള്ളതാണ്. പലരും വീടുകളിലേക്ക് ഇപ്പോൾ മാറി താമസം തുടങ്ങിയിരിക്കുകയാണ്. കാരണം രാത്രി കാലങ്ങളിൽ കടൽ എപ്പോൾ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതു സമയവും അപകടം സംഭവിക്കാം എന്നുള്ള ഒരു കാരണം കൂടി കണക്ക് കൂട്ടിയാണ് ആളുകൾ മാറി താമസിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും മറ്റുമാണ് ഈ ഒരു കടലാക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ പാലപ്പെട്ടി ഭാഗത്തൊക്കെ തന്നെ ഈ കടൽ ഭിത്തി ഉണ്ടെങ്കിലും പക്ഷേ പഴകിയതുപോലും കാര്യക്ഷമമല്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതാണ് ഇത്തരമൊരു കടലാക്രമണം രൂക്ഷമാകാൻ കാരണം എന്നുള്ളതും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ പാലപ്പെട്ടി, തങ്ങൾപ്പടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ്, ഈ വെളിയങ്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് ഈ കടലാക്രമണം രൂക്ഷമായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. സ്മിത. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.